നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ, ഒരു കൺസോൾട്ടേഷൻ സോൺ മനസ്സിലാക്കാനൊക്കെയാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് നിഫ്റ്റി മാത്രമല്ല, F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഇതിൻ്റെ വാല്യൂ ഒക്കെ ഇത്തിരി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഈ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്, കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനലിലെങ്കിൽ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്, 1.5 വർഷത്തെ. ഇതൊക്കെ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം പഠിക്കാനോ മനസ്സിലാക്കാനോ വിളിക്കാൻ ശ്രമിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അതിൻ്റെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും ടെലഗ്രാമിലാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു ലൈവ് വീഡിയോ ലൈവ് റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നേരിട്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ലൈവിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കോളോ ടിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റക്ക് ട്രേഡ് ചെയ്ത് വ്യൂ പറ്റാത്ത ആളുകൾ, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, വെറുതെ ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഒരു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈവിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നേരിട്ട് വിളിക്കാവുന്നതാണ്. എനിവേ, ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് ഫൈനലി പറയാനുള്ളത്, ഞാനൊരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധ ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ട്രേഡിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല, ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ മെജോറിറ്റിയും ഈ ഒരു ചാർട്ട് പഠിക്കാനും ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്ത് അവർക്ക് യൂസ് ചെയ്യാനും, അതേപോലെ ലൈവിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്ന ആളുകളാണ് മെജോറിറ്റി എന്നെ കോൺടാക്റ്റ് ചെയ്യാറ്. അപ്പോൾ എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് മാറിക്കോളാം. വൈകിട്ട് വരെ ഇരുന്ന് ആരോഗ്യം കളയുന്ന പരിപാടി നമുക്കില്ല ലൈവിൽ എന്നുള്ള കാര്യങ്ങളും കൂടെ അറിയിച്ചുകൊണ്ട് നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 76 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 48-ലാണല്ലോ. അപ്പോൾ അതെന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. നിഫ്റ്റി അപ്പും ശരിക്കും നിഫ്റ്റീനേക്കാൾ ഒരു 30% ഒക്കെ കൂടുതലായിരിക്കണം ബാങ്ക് നിഫ്റ്റി പൊതുവേ ഓപ്പൺ ചെയ്യാറ്. ഇപ്പോൾ രണ്ടും കൂടെ മിസ്മാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വശപ്പശകുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 75 പോയിൻ്റ് അപ്പ് നന്നായിട്ട് മേളിലോട്ട് പോകാനുണ്ട്. ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ ഓൾ ടൈം ഏകദേശം ടാലിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. 75 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിട്ട് നിൽക്കുന്നത്. 75 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പം നിൽക്കുന്ന പ്രൈസ് 24,579 ആണ്. 24,579 പ്ലസ് 76 പോയിൻ്റ്. ഇപ്പോൾ 77 റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ 24,656. 24,656 എന്തെങ്കിലും കാണും. നമുക്ക് ആദ്യം ഒരു വരക്കാം. 24,638 റിജക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 53. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ മുകളിൽ ഒരു വയലറ്റ് ലൈൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വയലറ്റ് ലൈനിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് ആദ്യം സെലക്ട് ചെയ്ത് വെക്കാം. സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 75 പോയിൻ്റ് അപ്പാവുമ്പോഴത്തേക്കും 24,500 സി നമുക്ക് നോക്കാം. പിയിൽ അപ്പോൾ പിയിൽ നമുക്ക് സി നമ്മൾ സെലക്ട് ചെയ്തു. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡൗൺ 24 നമുക്ക് 257 151 24,600 പി നോക്കാം. സി ഒരു മിനിറ്റ് എടുത്ത് മാറിപ്പോയി. നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 24,500, പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 24,500 സിയും 24,700 പി ആണ്. അപ്പോൾ മാർക്കറ്റ് 75 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. 24,653 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അപ്പിൻ്റെ ആദ്യത്തെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഈ ഒരു 24,653 കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് 24,696 പോകുന്നത്. നേരെ മറിച്ച് മാർക്കറ്റിൻ്റെ ഡൗൺ ഒരു ചെറിയ വിക്ക് ലോവിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇന്നലെ ഓപ്പൺ ചെയ്ത മാർക്കറ്റിൻ്റെ പ്രൈസിലേക്ക് ഒരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്കാൽപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ടാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 24,653 ബ്രേക്ക് ചെയ്താൽ 24,696 അവിടുത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 24,598. പിന്നെ ആവറേജിങ്ങിന് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു എൻട്രി ആണെങ്കിലും വലിയ പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ആവറേജിങ്ങിൻ്റെ പരിപാടിയെ പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഡൗണിലേക്ക് വന്ന് ഗ്യാപ്പ് ഫില്ലായാൽ 24,581 വീണ്ടും നമുക്ക് ആവറേജ് ചെയ്യാം. അപ്പോൾ വലിയ ടെൻഷൻ ഇല്ലാത്ത ഒരു ലോട്ടിലൊക്കെ എടുത്തിട്ട് ആവറേജ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സിയിൽ മാർക്കറ്റ് നിൽക്കുന്നത് 144 മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അത് മാർക്കറ്റ് എവിടം വരെയൊക്കെ പോവാം. 170 ഒരു ഫസ്റ്റ് ടാർഗറ്റാണ്. സെക്കൻഡ് ടാർഗറ്റ്, കാരണം ഇപ്പം മാർക്കറ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മിക്കവാറും ഒരു 170 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ 170 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 184 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 202 തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 210 ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ടാർഗറ്റേ വരത്തുള്ളൂ. ബാക്കി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കാവുന്നതാണ്. അപ്പം നേരെ പിയിലെ സപ്പോർട്ട് ഏരിയ മാക്സിമം വരാവുന്നത് 142. മാക്സിമം സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ 142 പിയിൽ മാക്സിമം സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ. ഇപ്പോൾ സ്റ്റിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് പിയിലേക്ക് ഇപ്പോൾ നോക്കണ്ട. 160 സപ്പോർട്ടുണ്ട്. പിന്നെയുള്ള സപ്പോർട്ട് 165, 160, 142 പിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം RSI ഈ 50 മടക്കാവുകയാണെങ്കിൽ ഓക്കെ. അതർവൈസ് നമ്മൾ പറഞ്ഞ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. 170 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിയിൽ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 165 ബ്രേക്ക് ചെയ്യണം. 157 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ എന്തായാലും ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. 170 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സിയിൽ 180 ഉണ്ട്, 184 ഉണ്ട്, 202 ഉണ്ട്, 210 ഉണ്ട്, 214 ഉണ്ട്. 170 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. സീനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് 170. 170ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. തൽക്കാലം ഞാൻ പീനെ പറ്റി ആലോചിക്കുന്നില്ല. പീനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ 157 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പീനെ പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ.
180 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 177, 178, 179, 177, 177, 178, 179.35. നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു സംഗതിയാണ്. ഒരു 0.35, 0.50 ഒക്കെ മിച്ചം വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനർത്ഥം അങ്ങോട്ടൊക്കെ വീണ്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് ഏകദേശം 180 എത്തിയില്ലെങ്കിലും 179 സംതിങ് ഒക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിയിൽ ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വരണം. പിയിൽ ഒരു മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 149 ബ്രേക്ക് ചെയ്താൽ, 147, 48 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ലെവലിലാണ്. നമ്മളൊരു 142 ഒരു സപ്പോർട്ട് ലെവൽ ഓൾറെഡി പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പുറത്ത് 179 വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. 9 പോയിൻ്റ്, 170 മുതൽ 179. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, രാവിലെ കുറച്ച് നേരം ഒന്ന് സ്കാൽപ്പ് ചെയ്യുക. സ്കാൽപ്പ് ചെയ്തതിന് ശേഷം മാത്രം മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. $180 കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ട് 147, 148 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ 155 ഭാഗത്തേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ വരച്ചൊരു ലൈൻ ഓൾറെഡി ഉണ്ട്. ആ ഭാഗത്താണ് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. പക്ഷേ അത്ര വലിയ സപ്പോർട്ടാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് 147 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 155, 158 ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ വരച്ച വര ഏകദേശം ഒരു വരകളൊക്കെ കണക്കാണ്. പിന്നെ രണ്ടാമത്തെ കേസ് മഞ്ഞ ലൈൻ പൊക്കത്താണ് നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് 147, 48 ബ്രേക്ക് ചെയ്യണം. പക്ഷേ ഏത് നിമിഷം താഴത്തോട്ടുള്ള ഒരു ഫാള് പിയിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ബിറ്റ്വീൻ സ്പേസിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കേസ് അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് അത്ര വലിയൊരു ഗ്രീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം തിരിച്ചൊരു വലിവ് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഓപ്പൺ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു 147, 48 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിനെ പറ്റി ആലോചിച്ചാൽ മതി. കാരണം ഇവിടെ RSIയുടെ മടക്ക് ഇവിടെയും കൂടെ വരാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു അത്ര സുഖമുള്ള ഗ്രീൻ ക്യാൻഡിലല്ല. പിന്നെ ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 178, 180 ഓൾമോസ്റ്റ് നേരത്തെ ഇട്ട് പോയേക്കണതാണ്. അപ്പോൾ അതിനർത്ഥം ഒരു 5 പോയിൻ്റ് മിച്ചം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 170 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ PSC വിടുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. $150 ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലൈൻ ഓൾറെഡി സെറ്റിലായി വന്നിട്ടുണ്ട്. പിയിൽ 150 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിനെ പറ്റി ആലോചിച്ചാൽ മതി. ഈ 170 ബ്രേക്ക് ചെയ്ത് ഒരു സഡൻ ഫാൾ വന്നു കഴിഞ്ഞാൽ അത് 152 ഭാഗത്തേക്ക് വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് പകരം പിയിൽ ഈസി ആയിട്ട് നമുക്ക് ടാർഗറ്റ് പിടിക്കാവുന്നതാണ്. $170 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവണം. മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 165 ആണ്. 165, 167 ആണ്. അതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ പിയിനെ പറ്റി ആലോചിച്ചാൽ മതി. 150 മേളിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് പിക്ക് ഒരു എൻട്രി പോസിബിൾ ആയിട്ടുള്ളൂ. അതുവരെ എന്ത് ഗ്രീനും റെഡ് കണ്ടാലും നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യങ്ങളില്ല.
കാരണം എഗെയിൻ 180 വന്നിട്ടുണ്ട്. ആ 180 179.35 ഇട്ട് പോയേക്കണ കാരണം എനിക്ക് പെട്ടെന്ന് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. 170 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് പി വിടുന്നതിനെ പറ്റി ആലോചിക്കാം. 180 ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതവിടെ മിച്ചം ഇട്ടിട്ട് വരുമ്പോഴേ നമുക്കറിയാം അത് തിരിച്ച് പറ്റിക്കൽ കേസാണ്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. 180 കഴിഞ്ഞാൽ പിന്നെ ആ ട്രെൻഡ് ഒരെണ്ണം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള ഏരിയ എന്ന് വെച്ചാൽ 184 184 കഴിഞ്ഞ് പോയാൽ 185. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കൺഫേം പിയുടെ മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഇപ്പം 180 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ 186 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ 170 നിന്നാണെങ്കിലും 180 10 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റേ നടന്നിട്ടുള്ളൂ. നമുക്ക് ആവശ്യം 21 പോയിൻ്റാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈനാണ് പീനെ സംബന്ധിച്ച്. ആ പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം പീനെ പറ്റി ആലോചിച്ചാൽ മതി. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് പിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം പീനെ പറ്റി ആലോചിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഡൗൺ ആവും. ഇനി നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 182 ആണ്. ഇതൊരു പിൻബാറാണ്, അതൊരു പോസിറ്റീവ് സൈനാണ് പീനെ സംബന്ധിച്ച്. പക്ഷേ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തും കൂടെ പോയാലേ നമുക്കൊരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 128 ആണ്. പിന്നെ ഇവിടെ റിസ്ക് എടുക്കാം എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 132 6 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടൊരു റിസ്ക് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ 180 തൊട്ട് 186 വരെ 6 പോയിൻറ്റ് തിരിച്ചു പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു റിവേഴ്സ് സൈനാണ് ശരിക്കും. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു എൻട്രി മിക്കവാറും പോസിബിളി ആയിട്ട് ഇവിടെ എൻട്രി എടുക്കാറുണ്ട്. 135 എൻട്രി എടുക്കും, 132 131 സ്റ്റോപ്പ് ലോസ് ഇടും, എന്നിട്ട് ഇവിടെ എൻട്രി എടുക്കും. കാരണം ഇതൊരു പിൻബാറാണ്, ഒരു ബ്ലൂ ലൈനിൻ്റെ താഴത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞത്, ഏത് നിമിഷവും മാർക്കറ്റ് സഡൻ ഫാള് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇപ്പം ഈ സീൽ വരുന്ന ക്യാൻഡിൽ 170 താഴെ ക്ലോസ് ആവുകയും വേണം. അത് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 152 ഫാളാവും. അപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റൊക്കെ കയറ്റി വെച്ചാലും വലിയ വിഷയങ്ങളില്ല. ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കാരണം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ 170 താഴേട്ട് വന്നാൽ മാത്രമാണ് ഇവിടെ പിയിൽ മൂവ്മെൻറ്റ് 150 ഭാഗത്തേക്ക് മൂവ് ആകത്തുള്ളൂ. നമ്മളെപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടാൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കത്തുള്ളൂ. $150 ഫസ്റ്റ് ഒരു ടാർഗറ്റാണ്. 150 ബ്രേക്ക് ചെയ്താൽ ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഒരു സഡൻ ഫാള് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 165 സപ്പോർട്ട് എടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ പി 150 ട്രിഗർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ്, ആദ്യത്തെ റെസ്പെക്റ്റ്. ഇനി എഗെയിൻ 150 ബ്രേക്ക് ചെയ്തും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് മാർക്കറ്റ് 165 170 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഡേഞ്ചറസ് ആണ്, ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പിൻബാറും വന്നു, അതൊരു പോസിറ്റീവ് സൈനാണ്.
അപ്പോൾ 135 അല്ലെങ്കിൽ 137 എടുത്താലും 140 ഈവൻ 10 പോയിൻ്റ് ഓൾറെഡി ഇവിടെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 150 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെയും നോക്കാം. നമുക്ക് 165 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും അടുത്തത്. കാരണം സിയുടെ ക്യാൻഡിൽ 170 താഴെ ക്ലോസ് ആവണം. ആദ്യത്തെ റെസ്പെക്റ്റാണ് 165 കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ തവണ വരുമ്പോൾ മാത്രമാണ് അത് ബ്രേക്ക് ഔട്ട് ആവത്തുള്ളൂ. അതാണ് നമ്മൾ രാവിലെ സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിൻ്റ് ഫസ്റ്റ് ട്രിഗറിൽ സ്കാൽപ്പ് ചെയ്ത് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ റീസൺ. സേഫായിട്ട് മാറിയിരിക്കാമല്ലോ. നല്ല രീതിയിൽ സി മൂവ് ചെയ്ത് 152 ഫാളാവണം. ആ ഫാളാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നു മാർക്കറ്റ്. ഏകദേശം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ വരുമില്ലെന്ന് നമുക്ക് നോക്കാം. $180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 80 തൊട്ട് 86, 202 വരെ സിക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 150 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 165 പി മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 140 നിന്നാണെങ്കിൽ 50 അത് ഇറങ്ങാനുള്ള മനസ്സ് സ്കാൽപ്പ് ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ നമുക്ക് എൻട്രി എടുക്കാമല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്ക് 99 രൂപയേ ഉള്ളൂ. 1 രൂപയും കൂടെ കിട്ടിയാൽ 100 രൂപയാവും. അല്ലെങ്കിൽ 450 രൂപയേ ഉള്ളൂ. 50 രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു 1000 രൂപയാവുമെന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നവർക്കാണ് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് പറഞ്ഞത്. മാക്സിമം സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് എടുക്കുക. 170 നിന്ന് 185 വരെ കിട്ടി 15 പോയിൻ്റ്. 135 വേണ്ട, 140 നിന്ന് 150 വരെ കിട്ടിയാലും 15, 10, 25 പോയിൻ്റ്, 21 പോയിൻ്റ് ഈസിയാണ്. ഇനിയൊരു ബ്രേക്ക് ഔട്ട് സിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബിഗ് ക്യാൻഡിലായിരിക്കും മാർക്കറ്റിൽ ഫോം ആവുന്നത്. 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 86 മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു പോയിൻ്റോ 2 പോയിൻ്റോ ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമില്ല. കാരണം 80 നിന്നൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 86 മാർക്കറ്റ് ഒറ്റ മൂവ് ചെയ്യണത്. അപ്പോൾ പിയിൽ എന്തായിരിക്കും സംഭവിക്കണേ? പിയിൽ 135 ബ്രേക്ക് ചെയ്താൽ 128 ഒരൊറ്റ ഫാളായിരിക്കും സംഭവിക്കണേ. അതുവരെ എന്തായാലും ഇപ്പം ഒരു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ മാർക്കറ്റിൽ വരും. സിംഗിൾ ക്യാൻഡിൽ തന്നെ ഒരു 10-15 പോയിൻ്റ് കിട്ടുന്ന മൂവ്മെൻറ്റ് എന്തായാലും ഉടനെ മാർക്കറ്റിലുണ്ടാവും 9:30 ശേഷം. നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇന്നലത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിയിലെ മൂവ്മെൻറ്റും 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിലെ മൂവ്മെൻറ്റും ആണ് ഇനി നടക്കുള്ളൂ. നമ്മൾ 2 ടാർഗറ്റ് ഓൾമോസ്റ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 170 മുതൽ 180 വരെയും 135 മുതലാണെങ്കിൽ 150 വരെ ആണെങ്കിലും ഈസി ആയിട്ട് 10, 20, 21 പോയിൻ്റ് ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് രാവിലെ അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നവർക്കാണ് അത് വീണ്ടും ലോസിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ രാവിലെ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, സ്കാൽപ്പിങ് രാവിലെ നോക്കാം, അതായിരിക്കും ബെറ്റർ. ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും മാർക്കറ്റ്. അത് ഓരോ റിജക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിന് റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ എല്ലാ ദിവസവും ഒറ്റ റൈഡിൽ 50 പോയിൻ്റ് എടുക്കാം, 100 പോയിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 3 ദിവസം 50 പോയിൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ അതേപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഒരു ട്രേഡർ സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നമ്മൾ ടാലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ 150 ടച്ച് ചെയ്തപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 165 ടച്ച് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. സിയിൽ ഇന്നലെ പിയിലാണ് മൂവ് ചെയ്തത്, ഇന്ന് സിയിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് 5 മിനിറ്റിലേക്ക് ഞാൻ ഡൈവർജനൈസ് ആയിട്ട് 5 മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ RSIക്ക് ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ മാർക്കറ്റിൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. സിംഗിൾ ക്യാൻഡിലൊരു 10-25 പോയിൻ്റ് കിട്ടാനുള്ള വകുപ്പ് കാണുന്നുണ്ട്.
സിയിൽ 180 ബ്രേക്ക് ചെയ്താൽ 186-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. പിയിലാണെങ്കിൽ 150 ബ്രേക്ക് ചെയ്യണം. രണ്ടാമത്തെ കേസ് SMA താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ സിക്ക് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെയും യെല്ലോ ലൈൻ ഉണ്ട്. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. മാർക്കറ്റിലൊരു ഭയങ്കര സ്ട്രഗിൾ നടന്നതിന് ശേഷമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ പിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 163. ഇവിടെ യെല്ലോ ലൈൻ്റെ ബോർഡറും പിയുടെ ബോർഡറൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ വന്നിട്ടുണ്ട്. പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. 150 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും ചിലപ്പോൾ ഒരു 13 പോയിൻ്റൊക്കെ മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒമ്പത് 9:45 മുമ്പ് എന്തായാലും 10-15 പോയിന്റ് സിംഗിൾ ക്യാൻഡിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 165 ബ്രേക്ക് ചെയ്താൽ 158-ലേക്കുള്ള ഫാള് ഇപ്പുറത്ത് പിയിൽ പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല സ്ട്രഗിളാണ്. നമ്മുടെ സേഫ് സോൺ ബ്രേക്ക് ചെയ്യാതെ ഒരു പരിപാടി മാർക്കറ്റിൽ നടക്കുകയില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെറുതെ പാനിക് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു. ഒരു റെഡ് ക്യാൻഡിൽ, ഇതേപോലത്തെ റെഡ് ക്യാൻഡിൽ, പിന്നെ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ റെഡ് ക്യാൻഡിൽ, പിന്നെ 2 റെഡ് ക്യാൻഡിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. 180 ബ്രേക്ക് ചെയ്താൽ 186, 150 ബ്രേക്ക് ചെയ്താൽ 161. RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. ഇവിടെയും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ യെല്ലോ ലൈനിൽ മുട്ടാതെ മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും ഇനി ഇല്ല. അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ വെറുതെ പറഞ്ഞ് ലെങ്ത് ആക്കുന്നില്ല. ഓൾമോസ്റ്റ് ഡണ്ണാണ്. പിന്നെ വരയുടെ കാര്യം ചെറിയ പരിഗണനയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വരക്കുന്ന വര. അപ്പോൾ അവിടെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. പക്ഷേ ഈ ഗ്രീൻ അത്ര വലിയൊരു ഗ്രീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. $183, $184. ബ്ലൂ ലൈൻ മാറ്റാം. ഞാൻ വര വരച്ചിട്ടാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തില്ല. $84, $86. ഓൾമോസ്റ്റ് 86 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 180 ബ്രേക്ക് ചെയ്താൽ നമ്മൾ 186 ആണ് പറഞ്ഞത്. ആ 186 ആദ്യത്തെ എക്സ്പെക്റ്റേഷനാണ്. ആ 186 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 202-ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ഇന്നലത്തെ പോലത്തെ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആവണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഗ്രീൻ നല്ല രീതിയിലൊരു ഗ്രീൻ വന്നാൽ മാത്രമാണ് 202-ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്, എന്തായാലും ഈ മഞ്ഞ ലൈൻ ഉള്ളത് കാരണം ഒരു പരിധി വിട്ടൊന്നും സിക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. പോയാലും പിന്നെയും താഴത്തോട്ട് വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. RSI ക്രോസ് ഓവറിൻ്റെ അടുത്തോട്ടൊക്കെ ആവുന്നുള്ളൂ. 80 to 86 6 പോയിന്റ്. ആ 86 ഇനി ബ്രേക്ക് ചെയ്താൽ 202-ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. എൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല സിയുടെ. $87, $88 വരെ പോയിട്ടുണ്ട്. $90 ട്രെയിൽ ചെയ്ത് വെക്കുക. ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്.
91, 90, 80 to 90 ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 91 നമ്മൾ പറഞ്ഞത് 9:45 മുമ്പ് സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ ഡബിൾ ക്യാൻഡിലോ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഉണ്ടാവും. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെറുതെ ധൃതി പിടിച്ച് ചാടിക്കയറി എൻട്രി എടുക്കണ്ട. കാരണം ഏകദേശം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 196 നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റാണത്. കാരണം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അത് നമ്മളൊരു ടാർഗറ്റായിട്ട് മാർക്ക് ചെയ്തേച്ചാണ്. അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 202 മാർക്കറ്റ് മൂവ് ചെയ്യണത്. നമ്മൾ ധൃതി പിടിച്ചൊരു എൻട്രി എടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിട്ട് മൂവ് ചെയ്തു. 202 ഒരു ട്രിഗർ പ്രൈസാണ് ഏകദേശം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കണക്കൂട്ടി വരക്കുന്ന വരകളാണ്. അക്കുറേറ്റ് 202.40 ഒന്നും നമ്മൾ ട്രിഗർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. മാക്സിമം കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പീക്ക് മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ വരും എന്നുള്ള കാര്യം. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് 199 വരെ പോയിട്ടുണ്ട്. 202 പോയിരുന്നെങ്കിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആക്കായിരുന്നു. 202 എന്നല്ല, 299.95 വരെ വന്നിട്ടുണ്ട്. 199.95. ആ വൈറ്റ് ഡോട്ട് ഇത്തിരി സ്ട്രോങ് ആണ്. ഇപ്പുറത്തെ വൈറ്റ് ഡോട്ട് ഒരിത്തിരി സ്ട്രോങ് ആണ്. ആ വൈറ്റ് ഡോട്ട് നിൽക്കുന്ന ലെവലിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം പോണത് ടിപ്പ് എന്ന് പറഞ്ഞാൽ 210, 214 വരെ മാർക്കറ്റ് പോവാം. ഇതൊരു റിജക്ഷൻ ഏരിയയാണ് ഈ വൈറ്റ് ഡോട്ട് എന്നുള്ളത്. നമുക്ക് അവിടെ ഒന്നും വിശ്വസിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം അതൊക്കെ ഒരു സേഫായിട്ടുള്ളൊരു സോണാണ്. അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 200 ട്രെയിൽ ചെയ്ത് വെക്കലേ അവിടെ പോസിബിലിറ്റി ആയിട്ടുള്ളൂ. 202. ഓക്കെ, നമ്മുടെ ഏകദേശം ഫൈനൽ ടാർഗറ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. 202 ഇഞ്ഞ് ബ്രേക്ക് ചെയ്താൽ 210 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് വൈഡനിങ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ 205 ബ്രേക്ക് ചെയ്താൽ 210. അപ്പോൾ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫൈനൽ 214 ആണ്. ഫൈനൽ 206, 208, 209. തേർഡ് ടാർഗറ്റ് കേട്ടോ 209. ഈ മഞ്ഞ ലൈൻ്റെ പൊക്കത്താണ് തേർഡ് ടാർഗറ്റ്. അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അമ്മേ, ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇനി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി റീച്ച് ചെയ്യാനുള്ളത് 214 മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ അതിന് മേളിലോട്ട് എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഏകദേശം സേഫായിട്ടുള്ളൊരു കൺഫേം ആയിട്ടുള്ള ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. മാക്സിമം ട്രെയിൽ ചെയ്ത് മാർക്കറ്റിനെ ലോക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൺപത്തഞ്ച് 185, 210 എന്ന് പറയുമ്പോൾ 85, 90, 30-35 പോയിൻ്റായി. സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്.
വളരെ സേഫായിട്ടുള്ള പൊസിഷനാണ്. 35 മിനിറ്റായി. ഇരുന്നൂറ്റി 211 214 ബ്രേക്ക് ചെയ്ത 14. ഓക്കെ, ഫൈനൽ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ലല്ലോ. ഇനി പോയ 227 മാർക്കറ്റ് പോകും. പതിനേഴ് 18 19 20 ഒരു 210 ആണെങ്കിലും ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ബാക്കിയുള്ളത് കിട്ടണമെങ്കിൽ ബോണസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റ്സിൽ 250 213 RSI 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 220. എന്നെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മൾ പറഞ്ഞ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 214 വരെ, 214 220 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹാപ്പി ആവുക. 9:44 ആയപ്പോൾ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു ടിപ്പെന്ന് പറയണത് ഏകദേശം 226 നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 195 200 ഫാളാവും. നിൽക്കുന്ന ലെവലിൽ നിന്ന് ഫാളായിക്കഴിഞ്ഞാൽ, അതർവൈസ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. പറഞ്ഞു തീർന്നില്ല. മാർക്കറ്റ് ഫാളായി പറയണ്ടായിരുന്നെന്ന് തോന്നിപ്പോവുക. പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാളാവും. അപ്പോൾ 214 വരെ എത്രയിൽ നിന്നാണ് 172.85 നിന്നാണ് 214 വരെ മാർക്കറ്റ് മൂവ് ചെയ്തത്. 172 നമ്മൾ 180 ഭാഗത്തു നിന്നാണ്. അപ്പോൾ 2-3 ട്രേഡൊക്കെ ആയിട്ട് മാക്സിമം ഹോൾഡ് ചെയ്താലും ഏകദേശം മൊത്തത്തിൽ റൗണ്ട് ചെയ്യുമ്പോൾ 72 മുതൽ 214 വരെയുള്ള മാർക്കറ്റ് നമുക്ക് കൂട്ടാം, സ്കാൽപ്പ് ചെയ്തത് ഉൾപ്പെടെ. അപ്പോൾ എനിവേ കൂടുതൽ ഇവിടെ ഒരു ക്രോസ് ഓവറും വന്നിട്ടുണ്ട്. ആ ക്രോസ് ഓവർ ഇത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 227 എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുകൂടാതെ ഒരു എൻട്രി എപ്പോൾ പ്ലാൻ ചെയ്യണം, എപ്പോൾ എടുക്കണം, നമ്മൾ വെറുതെ പാനിക് ആവാതെ, ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ ഉണ്ട്, ഫോമോ എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങളുണ്ട്. ആ ഫോമോ ഒഴിവാക്കി വെയിറ്റ് ചെയ്തിട്ട് എപ്പോൾ ഒരു എൻട്രി എടുക്കണം, ആ എൻട്രിയിൽ പീക്ക് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സിംഗിൾ ക്യാൻഡിൽ തന്നെ 15 പോയിൻറ്റിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. അത് ക്ഷമയോടുകൂടി ധൈര്യത്തോടു കൂടി എടുക്കണം. ക്ഷമയും വേണം, ധൈര്യവും വേണം. പേടിച്ചു കഴിഞ്ഞാൽ പോയി. ആ മാർക്കറ്റ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴെങ്കിലും 227 എത്തുമെന്ന് നമുക്ക് നോക്കാം. 227 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വൈൻഡപ്പ് ചെയ്തേക്കാം, ലൈവ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്കത് സ്റ്റിൽ ഹോൾഡിംഗ് ആണെങ്കിലും ഒരു 214 ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഒന്നെങ്കിൽ 214 ഹിറ്റ് ചെയ്തിട്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കയറിപ്പോയി 227 എത്തട്ടെ. ഇത് രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ 227, അല്ലാന്നുണ്ടെങ്കിൽ 214, 223, 224, 39 മിനിറ്റ്, 224, 227 ലൈവ് വൈൻഡപ്പ് ചെയ്യും. 226, 227, 227
നമ്മൾ പറഞ്ഞു ലൈവ് വൈൻഡപ്പ് ചെയ്യാതെ. ഇനി മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, ഏത് വഴിക്ക് വേണമെങ്കിലും പൊക്കോട്ടെ. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. 229 ഇത് വിടാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നണം. ഇനി 250 ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 250 മാർക്കറ്റ് പോകുള്ളൂ. 228, 229, അപ്പോൾ ഒരു 220 കയറ്റി ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെയും കിട്ടും 6 പോയിൻറ്റ്. 227 ഒരു ടിപ്പാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത ഇനിയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 250 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 227 നിർത്തുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ വിളിക്കാം. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഇനിയൊരു റെസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് 250. എന്തുകൊണ്ടാണ് 250? 245 ഇനിയുള്ള റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.